ഹായ് ഹലോ ഇന്നൊരു ഫ്രണ്ട് വിളിച്ചുകൊണ്ട് തന്നെ സംസാരിച്ച് നിന്ന് ടൈം പോയതറിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം കൈമുറയൊക്കെ കഴുകിയിട്ട് വിളക്ക് വെച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നിങ്ങളെ വന്ന് കാണിക്കുന്നത് വേറെ ഒന്നുമല്ല, ഞാൻ ഡാഷിലറിൻ്റെ 99 റുപ്പീസിൻ്റെ ഒരു ഐലൈനർ വാങ്ങിയായിരുന്നു, വാട്ടർ പ്രൂഫ്. ലോക്ക് അയച്ച് പൈസ കഴുകി കഴിയുമ്പോൾ നന്നായിട്ട് സോപ്പിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്താലേ നമുക്ക് ആ ഐലൈനർ പോകുള്ളൂ കേട്ടോ. നല്ല അടിപൊളി ഐലൈനറാണ്. അപ്പോൾ വാങ്ങാത്തവരുണ്ടെങ്കിൽ വാങ്ങി ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ ഞാൻ വന്നിട്ട് വിളക്കൊക്കെ വെച്ചതിന് ശേഷം ടോമുട്ടനെ കുറച്ച് നേരം പുറത്തിങ്ങനെ നടത്തിച്ചിട്ട് അമ്മ ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം കേട്ടോ ഞാൻ പിന്നെ അടുക്കള കയറിയത്. അതും അമ്മ വന്ന് കുറച്ച് നേരം ഞങ്ങൾ അങ്ങാടി ഇങ്ങോട്ടൊക്കെ വർത്താനം പറഞ്ഞു. പിന്നെ എന്തോ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു. അതൊക്കെ തന്നെ ഒരു 8 മണിയൊക്കെ എപ്പോഴായിരുന്നു കേട്ടോ. അമ്മ എനിക്ക് മന്തി കഴിക്കണമെന്ന് ഞാൻ വൈകിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബീഫ് മന്തി ഒരു പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ നന്നായിട്ട് വന്നായിരുന്നു. അപ്പോൾ ബീഫ് മന്തി ഉണ്ടാക്കാമെന്ന് പറഞ്ഞായിരുന്നേ ചേച്ചി. പക്ഷെ നമ്മൾ ഈ ബീഫ് ഓൾറെഡി വേവിച്ച് വെച്ചേക്കണായതുകൊണ്ട് എനിക്ക് അത്ര സക്സസ് ആവുമെന്ന് തോന്നിയില്ലായിരുന്നു. അതേപോലെ തന്നെ നടക്കുകയും ചെയ്തു കേട്ടോ. ഞാൻ ഒന്നും കൂടി എല്ലാ മസാലയും കൂടി ഇട്ടടിച്ച് വന്നപ്പോഴേക്കും ബീഫ് ഭയങ്കരമായിട്ട് വെന്ത് പോയിട്ടോ. അപ്പോൾ നമുക്ക് മന്തി ഉണ്ടാക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അരിയൊക്കെ നന്നായിട്ട് ഞാൻ ഒരു 3 വട്ടമെങ്കിലും ഇങ്ങനെ അരി നന്നായിട്ട് കഴുകിയെടുക്കും കേട്ടോ. അതിൻ്റെ ആ ഒരു ഭയങ്കര വൈറ്റ് കളറുണ്ടല്ലോ, അത് മാറണ വരെ ഞാൻ കഴുകി. അതിന് ശേഷം അരിയൊക്കെ കഴുകി അവിടെ വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ബീഫ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അടുപ്പ്. അപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് ഞാൻ ഇരുന്ന് ഓറഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്, ഇത് ലുലുന്ന് അന്ന് പോയപ്പോൾ വാങ്ങിയ ഓറഞ്ചാണ്. 1 കിലോ 49 രൂപ. പക്ഷേ വെറുതെ കേട്ടോ, അതിൻ്റെ ആ തൊലി മര്യാദക്ക് നമ്മൾ അതായത് കളയാണ്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ കഴിക്കൂട്ടെ. എനിക്ക് തോന്നുന്നു അതാണ് അവർ അത്രയും വില കുറച്ച് വിൽക്കണേ. അതിന് ഓറഞ്ചൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലായിരുന്നു അമ്മയുടെ വിളി. വേറെ ഒന്നുമല്ല, നമ്മുടെ ഗ്യാസ് അതിൻ്റെ ഇടയ്ക്ക് തീർന്നു പോയായിരുന്നു കേട്ടോ. പിന്നെ അത് മാറ്റി വെക്കാനൊക്കെ നിന്നു. അങ്ങനെ ഞാനും അമ്മക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ അത് പൊക്കൊണ്ട് പോകാനായിട്ട്. ഞാൻ ജസ്റ്റ് ആ ഒരു ചെറിയ ക്ലിപ്പ് എടുത്ത് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഇരുന്ന് വെച്ചിട്ടോ. അപ്പോൾ നമ്മൾ അരിയൊക്കെ ഇതിൽ തന്നെ ഇട്ടിട്ട് ഒന്നും കൂടി അടിച്ചെടുത്തായിരുന്നു, ഒരു വിസിലെന്തോ അടുപ്പിച്ചുള്ളവർക്ക്. അങ്ങനെ നമ്മുടെ മയോണൈസ് റെഡിയായി. അപ്പോൾ ബാക്കി പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു, അത് അമ്മ കഴുകണം കേട്ടോ. എനിക്ക് പാത്രം ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് പാത്രം കഴുകൽ. പിന്നെ അമ്മ മീൻകറി നാളത്തേക്ക് വെച്ച് വെക്കുന്നുണ്ട്. അങ്ങനെ മീൻകറിയായി എൻ്റെ നമ്മുടെ തമിഴ്നാട് ബിരിയാണി എന്ന് പറയണോ എന്താ പറയുക, പേര് നമ്മൾ ഇട്ടിട്ടില്ല. എന്തായാലും സാധനം കൊള്ളാം. നല്ല മയോണൈസിൻ്റെ ഒക്കെ കൂടെ കൂട്ടിക്കഴിച്ചിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് ഒരു ഷേക്ക് കുടിക്കേണ്ടത്, അത് സക്സസ് ആവുമെങ്കിൽ ഞാൻ അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളും ഒരു മാസത്തിന് ശേഷം ഞാൻ പറയാം. പിന്നെ TV കുറച്ച് നേരം കണ്ടതിന് ശേഷം ഞാൻ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റി വിരിക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എന്നാലും സപ്പോർട്ട് വീഡിയോ കാണുന്നവരെ